ആകാശ് തിരിഞ്ഞ് അകത്തേക്ക് പോയി. വലിയ കിങ് സൈസ് കട്ടിലിൻ്റെ ക്രാസിയിൽ അവൻ തലയണ വെച്ചു ചാരിക്കിടന്നു. പിന്നെ ഒരു തോന്നലിൽ അവൻ AC ഓഫ് ചെയ്തു ബാൽക്കണിയിലേക്ക് ഇറങ്ങി. താഴെ ഫുഡ് റെഡിയാക്കിയിരുന്നു. മാലതിയും ലക്ഷ്മിയും എല്ലാം വലിയ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു. നിത്യ നൈസായി പുറത്തേക്ക് ഇറങ്ങി വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. മോളെ, ആകാശ് മോനെ വിളിക്ക്, ഊണ് കഴിക്കാം. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ കണ്ടില്ല. അവസാനം ലക്ഷ്മി തന്നെ പോയി ആകാശിനെ വിളിച്ചു. അവൻ കിടക്കുകയായിരുന്നു. ലക്ഷ്മിയുടെ വിളി കേട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നു. സൂരജ് വിശ്വനെയും കൂട്ടി വന്നു. എല്ലാവരും ഇരുന്നിട്ടും നിത്യയെ മാത്രം കണ്ടില്ല. ലക്ഷ്മി എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുത്തു. നിങ്ങൾ കഴിക്ക്, ഞാൻ അവളെ കൂട്ടി വരാം. ആകാശ് എഴുന്നേറ്റു. സൂരജ് സമ്മതിച്ചില്ല. ആകാശിനൊരു പന്തികേട് തോന്നി. എപ്പോഴും തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവളാണ് ഇവൾക്ക് ഇപ്പോൾ എന്തു പറ്റി? ഞാൻ അവളെ കൂട്ടി വരാം, മോൻ കഴിക്ക്. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. മനസ്സില്ല മനസ്സോടെ അവൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴേക്കും ലക്ഷ്മിയുടെ പിന്നാലെ നിത്യയും അങ്ങോട്ടേക്കെത്തി. അവൾ വാഷ് ബേസിനിൽ കൈ കഴുകി സൂരജിൻ്റെ വലതുഭാഗത്തിരുന്നു. ഇടതുവശത്ത് വിശ്വനും അപ്പുറം ആകാശുമാണ്. അവൻ്റെ അടുത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നിത്യ ആരെയും നോക്കാതെ തനിക്ക് വേണ്ടത് വിളമ്പിയെടുത്തു സൂരജിൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചു. സൂരജ് ചിരിച്ചുകൊണ്ട് പതിവ് പോലെ ചിക്കനും മട്ടനും എല്ലിൽ നിന്ന് ഇറച്ചി വേർപ്പെടുത്തി കൊടുത്തു. മീനും മുള്ളിലെന്ന് ഉറപ്പുവരുത്തി. നിത്യ അത് ആരെയും ശ്രദ്ധിക്കാതെ വാരി കഴിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി. നിത്യ പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി പിന്നിലേക്കോടി. അതുകണ്ട് മാലതിയും വിശ്വനും മുഖാമുഖം നോക്കി. അതവൾ പുഴയിൽ ചൂണ്ടയിട്ടിട്ടുണ്ട്. ചിക്കൻ്റെയും മീനിൻ്റെയും വേസ്റ്റ് കൊണ്ട് ഇര കോർത്ത് ഇപ്പോൾ വെള്ളം കയറുന്നുണ്ട് പുഴയിൽ, ലക്ഷ്മി പറഞ്ഞു. ആകാശിനും അവളുടെ അടുത്തെത്താൻ ആഗ്രഹം തോന്നി. അവനും വേഗം കഴിച്ചു തുടങ്ങി. ആകാശും വിശ്വനും സൂരജും വേഗം കഴിച്ചു കൈ കഴുകി പിന്നിലേക്ക് പോയി. ലക്ഷ്മിയും മാലതിയും ബാക്കിയുള്ള ഫുഡ് എടുത്തു വെച്ചു. പാത്രങ്ങൾ കഴുകി വെച്ച് കിച്ചൺ ഒതുക്കി തുടച്ചിട്ടു. പിന്നെ വാതിലും അടച്ച് പിന്നിൽ നിത്യയുടെ അടുത്തേക്ക് പോയി. നിത്യ 2 ചെറിയ ഞണ്ടിനെ പിടിച്ചിരുന്നു. അത് ഇടത്തരം ബക്കറ്റിൽ ഓടി നടക്കുന്നുണ്ട്. മീനിനും ചൂണ്ടയിട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. ആകാശ് മീൻ ചൂണ്ട കയ്യിലെടുത്തു. നിത്യ അവനെ ശ്രദ്ധിച്ചതേയില്ല. വിശ്വനും സൂരജും കരയിൽ നിത്യയെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാലതിയും ലക്ഷ്മിയും ഞണ്ടിനെ പിടിച്ചിട്ട ബക്കറ്റിൻ്റെ അടുത്തുണ്ട്. വെള്ളത്തിലേക്ക് ഇട്ടിരുന്ന ചൂണ്ട വലിഞ്ഞപ്പോൾ നിത്യ അങ്ങോട്ട് ചെന്നു. കൂടെ ആകാശും. അവൾ കോരുവല അടുത്ത് വെച്ച് കൊണ്ട് തൻ്റെ പാൻറ് മുട്ടിന് മുകളിലേക്ക് വലിച്ചു കയറ്റി. പിന്നെ വളരെ പതിയെ ചൂണ്ട വലിച്ചു തുടങ്ങി. അതു കണ്ട് വിശ്വനും മാലതിയും അവളുടെ അടുത്തേക്ക് വന്നു. മുന്നിൽ തന്നെ ആകാശമുണ്ട്. ചൂണ്ട അടുത്തെത്തിയപ്പോൾ നിത്യ പടവുകളിൽ പിടിച്ചു പതിയെ വെള്ളത്തിലിറങ്ങി. ആകാശ് അവളെ പിടിച്ചു വച്ചു. അവൾ ഒറ്റത്തട്ടിന് അവൻ്റെ കൈ വേർപെടുത്തി. പിന്നെ കോരുവല അടുത്തു വെച്ചു. പതുക്കെ ചൂണ്ട ഉയർത്തി കൊണ്ടുവന്നു. ഒരു വലിയ ഞണ്ട് ഇരയിൽ ഇറുക്കി പിടിച്ചിരിക്കുന്നത് എല്ലാവരും കണ്ടു. നിത്യ കുറച്ച് കുനിഞ്ഞുകൊണ്ട് കോരുവല ഞണ്ടിൻ്റെ അടിയിലൂടെ ഉയർത്തി. അങ്ങനെ ഞണ്ട് വലയിലായി. നിത്യ ചൂണ്ടയും കോരുവലയും സൂരജിന് കൈമാറിക്കൊണ്ട് കരയ്ക്ക് കയറി. സൂരജ് ചൂണ്ട ഞണ്ടിൽ നിന്ന് വേർപെടുത്തി അവൾക്ക് കൈമാറി. അവൾ ചൂണ്ടയിൽ ഇര ഉണ്ടെന്ന് ഉറപ്പുവരുത്തി പിന്നെയും പുഴയിലേക്ക് നീട്ടിയെറിഞ്ഞു. ആകാശും വിശ്വനും മാലതിയും അത്ഭുതപ്പെട്ടു നിൽക്കുകയായിരുന്നു. ഒരു വലിയ ഇറുക്കൻ കാലുള്ള ഞണ്ട് പുറമേ നിന്ന് വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒന്നിനെയാണ് പിടിച്ചിരിക്കുന്നത്. പുഴയിൽ നല്ലോണം വെള്ളമുള്ളതിനാൽ അവൾ അരഭാഗം വരെ നനഞ്ഞിരുന്നു. അവൾ അത് മൈൻഡ് ചെയ്തില്ല. സൂരജ് ഞണ്ടിനെ ബക്കറ്റിൽ കൊണ്ടിട്ടു. വല നിത്യയ്ക്ക് തിരിച്ചു നൽകി. അടുത്തതായി അവൾ വലിച്ചത് വല കെട്ടിയ റിങ്ങാണ്. അതിലും ഇടത്തരം വലിപ്പമുള്ള ഒരു ഞണ്ടുണ്ടായിരുന്നു. ആകാശിന് തൻ്റെ ഭാര്യയിൽ അഭിമാനം തോന്നി. അവനെല്ലാം അവൾ കാണാതെ വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു. പുഴയിൽ വെള്ളമിറങ്ങുന്നതുവരെ നിത്യ ഞണ്ടുപിടുത്തം തുടർന്നു. അപ്പോഴേക്കും 10ൽ കൂടുതൽ ഞണ്ടിനെ അവൾ പിടിച്ചു. ആകാശ് 4 ചെറിയ മീനിനെയും പിടിച്ചു. അതിനുശേഷം അവൾ ചൂണ്ടയും വലയുമൊക്കെ ഭദ്രമായി ഒരിടത്ത് എടുത്തു വെച്ചു. പിന്നെ പുറത്തുള്ള ബാത്റൂമിൽ കയറി വിസ്തരിച്ചൊന്ന് കുളിച്ചു. ലക്ഷ്മി അവൾക്ക് മാറ്റാനുള്ള ഡ്രസ്സ് കൊണ്ടുകൊടുത്തു. നിത്യ കുളിച്ചു ഡ്രസ്സ് മാറ്റി ഇറങ്ങി. തോർത്തുമായി നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. തലമുടി തോർത്താൻ വേണ്ടി ലക്ഷ്മി മുടി നന്നായി തോർത്തി കൊടുത്തു. ലക്ഷ്മി ഞണ്ടിട്ട് വെച്ച ബക്കറ്റ് മൂടി വർക്കേരിയയിൽ കൊണ്ടുവച്ചു.
അവൾ മുടി ഉണങ്ങാൻ വേണ്ടി അഴിച്ചിട്ട് കൊണ്ട് വന്നപ്പോൾ വിശ്വം പറഞ്ഞു, മോളെ, നമ്മൾ പോകുന്ന ദിവസം കുറച്ച് ഞണ്ട് പിടിക്കണം. പാലക്കാടിന് കൊണ്ടുപോകാൻ. അവിടെ പുഴഞ്ഞണ്ട് കിട്ടാൻ വലിയ പണിയാ. കിട്ടിയാൽ തന്നെ കൂടുതൽ കാശും കൊടുക്കണം. അത് ഞാൻ ഏറ്റു. നിത്യ ഉറപ്പ് കൊടുത്തു. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് ഞണ്ടുപിടുത്തം. പക്ഷേ സൂരജ് സമ്മതിക്കാറില്ലെന്ന് മാത്രം. ഇന്ന് എല്ലാവരും ഉള്ളത് കൊണ്ടാണ് സൂരജ് ഒന്നും പറയാത്തത്. ആകാശ് അവളുടെ തൊട്ടടുത്തുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്തില്ല. അവനതിൽ നല്ല വിഷമം ഉണ്ടെങ്കിലും പുറത്ത് കാണിച്ചില്ല. എല്ലാവരും വീട്ടിലേക്ക് കയറി ഹാളിൽ ചെന്നിരുന്നു. ലക്ഷ്മി അപ്പോഴേക്കും എല്ലാവർക്കും ചായയുമായി വന്നു. നിത്യ ഒരു കപ്പ് ചായ എടുത്ത് സൂരജിൻ്റെ ദേഹത്തേക്ക് ചാരിയിരുന്നു. അയാൾ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആകാശ് ഒരു കപ്പ് ചായ എടുത്ത് നിത്യയുടെ ഇപ്പുറം വന്നിരുന്നു. പക്ഷേ നിത്യ അവൻ്റെ ഭാഗത്തേക്ക് നോക്കിയത് കൂടിയില്ല. ഇതെല്ലാം ലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നിത്യയോട് ദേഷ്യം തോന്നി. ആ സമയം തന്നെ ആദിയുടെ കോൾ വന്നു. ആകാശ് ഫോണുമായി പുറത്തിറങ്ങി സംസാരിച്ചു. ആദി പറഞ്ഞോ. ആകാശ് കോൾ എടുത്തു. എടാ, ഇന്ന് രാത്രി അവരെ പൊക്കാൻ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. അവർ താമസിച്ച ഹോട്ടൽ റൂമിൽ ഞാൻ ഒരാളെ കൊണ്ട് ഹിഡൻ ക്യാമറ ഫിറ്റ് ചെയ്യിച്ചിരുന്നു. അങ്ങനെയാ വിവരം അറിഞ്ഞത്. അവർ പാറുവിനെ തീർക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിത്യയിലും അവർക്കൊരു കണ്ണുണ്ട്. ഇന്ന് രാത്രി തന്നെ അവരെ നമ്മുടെ സീക്രട്ട് സ്പേസിൽ എത്തിക്കണം. അതിന് പാറുവിനെ ഇരയായി ഇട്ടുകൊടുക്കാം. ആ ചൂണ്ടയിൽ അവർ കൊത്തുമെന്ന് എനിക്കുറപ്പാണ്. പാറു ഒന്നും അറിയരുത്. അവൾ പേടിക്കും. ആദി പറഞ്ഞു. ആ ചൂണ്ട പാളി പോകാതെ നോക്കണം. ആകാശ് പതിയെ പറഞ്ഞു. ഓക്കെ, ഇന്ന് രാത്രി 9 മണിക്ക് നീ അവിടെ എത്തണം. ആദി ഓർമ്മിപ്പിച്ചു. ഓക്കെ, സെറ്റ്. ആകാശ് ഉത്സാഹത്തോടെ പറഞ്ഞു. കോൾ കട്ട് ചെയ്തു. മോനെ കൈലാസേ, എൻ്റെ പെണ്ണിനെ തൊട്ട നിൻ്റെ കൈ ഇന്ന് ഞാൻ വെട്ടും. അതിനുശേഷം നിന്നെ ഞാൻ നരകിപ്പിച്ച് തീർക്കും. ഈ ലോകത്തുള്ള വേദന മുഴുവൻ നീ ഇന്നറിയും. ഞാൻ അറിയിക്കും, ആകാശ് മനസ്സിൽ പറഞ്ഞു. പിന്നെ ഹാളിലേക്ക് വന്നു. നിത്യ സൂരജിൻ്റെ മടിയിൽ കിടന്നുറങ്ങിയിരുന്നു. ആകാശ് അവളെ എടുത്തു മുകളിൽ റൂമിൽ കൊണ്ടുപോയി കിടത്തി പുതച്ചു കൊടുത്തു. പിന്നെ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്തു. പുറത്തിറങ്ങി വാതിൽ ചാരി. സൂരജും വിശ്വനും അപ്പോഴും സംസാരത്തിൽ തന്നെയായിരുന്നു. അച്ഛാ, അവൻ വിളിച്ചു. രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ആകാശ് പതിയെ അന്ന് രാത്രിയിലെ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞു. കൂടെ ആദ്യം പറഞ്ഞ കാര്യവും. സൂരജ് ആദ്യം സമ്മതിച്ചില്ല. എന്നാൽ ഞാനും കൂടി വരും, ഒറ്റയ്ക്ക് പോകണ്ട, സൂരജ് പറഞ്ഞു. അത് അവൻ സമ്മതിച്ചു. ഞാനൊന്ന് ആദ്യം കണ്ടുവരാം, കുറച്ച് പ്ലാനിംഗ് ഉണ്ട്. ഓക്കെ, സൂരജും വിശ്വനും സമ്മതിച്ചു. മാലതിയോടും ലക്ഷ്മിയോടും പറഞ്ഞു ആകാശ് ആദിയെ കാണാൻ അവൻ്റെ ഓഫീസിലേക്ക് പോയി. ആകാശ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദി ഓഫീസിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു. ആകാശ് വന്നപ്പോൾ ആദി അവനെ ഒന്ന് അടിമുടി നോക്കി. എന്തോ ഒരു മാറ്റം പോലെ. ആദി ചോദിച്ചു. നിനക്ക് തോന്നുന്നതാ? അവൻ അത് ചിരിച്ചു തള്ളി. ആദിയും അത് വിട്ടു. ഇവിടെ വച്ച് സംസാരിക്കാൻ പറ്റില്ല, വാ പോകാം. ആദി ഓഫീസ് റൂം പൂട്ടി പുറത്തിറങ്ങി. പിന്നാലെ ആകാശും. ആദി കാറിൽ കയറി. ആകാശ് അവൻ്റെ കാറിലും. ആദിയുടെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കാട് പിടിച്ച ഒരു കെട്ടിടത്തിലേക്കാണ് അവർ പോയത്. അവിടെ ആൾ താമസമില്ല, ഒരു റോഡ് പോലുമില്ല. ആദിയുടെ ഓഫീസിൽ നിന്ന് 1 മണിക്കൂർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. ആദി ആ കെട്ടിടത്തിലേക്ക് കയറി. പിന്നാലെ ആകാശും. അവിടെ ആദിയുടെ അച്ഛൻ്റെ വിശ്വസ്തനായ ഡ്രൈവർ മുരുകൻ 6 അടി നീളത്തിലും 3 അടി വീതിയിലും 2 കുഴി എടുത്തു വച്ചിരുന്നു. ഇനി അതിൻ്റെ ഫിനിഷിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. ആകാശ് അയാളെ കണ്ടു പരിചയഭാവത്തിലൊന്ന് ചിരിച്ചു. അവരെ കണ്ടു അയാളും ഭവ്യതയോടെ ഒതുങ്ങി നിന്നു. ആദിയെല്ലാം ഒന്ന് നോക്കി ടൂൾസ് വെച്ച റൂമിലേക്ക് പോയി. പിന്നാലെ ആകാശും. എല്ലാം നല്ല മൂർച്ചയിൽ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആകാശ് ഓരോന്നും എടുത്തു നോക്കി. മറ്റൊരു റൂമിൽ മണ്ണു നികർന്നു തുടങ്ങിയ 3 മൺകൂന കണ്ടു. ആദിയുടെ പ്രതികാരത്തിൻ്റെ അടയാളം. ആകാശ് ആ മൺകൂനയിലേക്ക് നോക്കി ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. അന്ന് ആദി പഠനം കഴിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ. ആദിയുടെ അച്ഛൻ ജനാർദ്ദനൻ സ്വന്തമായി ബിസിനസ് നടത്തിയിരുന്നു. അമ്മ ജെനി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗം, ഒരു പാവം വീട്ടമ്മ, എപ്പോഴും ചിരിക്കുന്ന നിഷ്കളങ്കത, തുളുമ്പുന്ന മുഖം. ഒരു പെങ്ങൾ ആദിത്യ, വെളുത്തുമെലിഞ്ഞ നീണ്ടു ചുരുണ്ട മുടിയുള്ള
ഒരു ശാലീന പെൺകുട്ടി, കിലുകിലേ ചിരിക്കുന്ന, കൊഞ്ച് വർത്തമാനം പറയുന്ന ഒരു പൊട്ടി പെണ്ണ്. ഏകദേശം നിത്യയെപ്പോലെ. എപ്പോഴും ആദിയുടെ ചുമലിൽ തൂങ്ങിയാണ് അവളുടെ നടപ്പ്. ആദി കഴിഞ്ഞിട്ടേ അവൾക്ക് വേറെ ആരുമുള്ളൂ. അച്ഛനും അമ്മയും പോലും. ആദിയുടെ അമ്മയെ ആകാശിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അവൻ അധികവും ആദിയുടെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. കാരണം ആദിയുടെ അമ്മ ഉണ്ടാക്കുന്ന അപാര ടേസ്റ്റുള്ള ഫുഡ്. പാറുണ്ടാക്കുന്ന പോലെ. ആദിയുടെ അച്ഛൻ ജനാർദ്ദനനു ആദ്യം ചെറിയൊരു ബിസിനസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അയാളുടെ കഠിനമായ പ്രയത്നം കൊണ്ട് ക്രമേണ അത് വളർന്നു വന്നു. ആ സമയം ജെനിയുടെ മൂത്ത സഹോദരൻ പിണക്കം മറന്നു ജെനിയുമായി അടുപ്പത്തിലായി. ജെനി സഹോദരനെ തൻ്റെ ഭർത്താവിനും മക്കൾക്കും പരിചയപ്പെടുത്തി. അയാൾ ആദിയുടെ അച്ഛൻ്റെ വിശ്വാസം നേടിയെടുത്തു. ജനാർദ്ദനൻ അയാളെ തൻ്റെ മാനേജറാക്കി നിയമിച്ചു. അവിടെ തുടങ്ങി അയാളുടെ തകർച്ചയും. ക്രമേണ ബിസിനസ് നഷ്ടത്തിലായി തുടങ്ങി. പെട്ടെന്ന് ഒരു വലിയ സംഖ്യയുടെ ആവശ്യം വന്നപ്പോൾ ജനാർദ്ദനൻ വീടും സ്ഥലവും ബാങ്കിൽ പണയം വെച്ചു 2 കോടിയുടെ ലോൺ എടുത്തു. 2 ദിവസത്തിന് ശേഷം ചെന്നൈയിൽ ഒരു മാരേജ് കഴിഞ്ഞു വരുന്ന വഴി ആദിയുടെ കുടുംബം സഞ്ചരിച്ച കാർ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. കാർ തകർന്നു. ജനാർദ്ദനൻ്റെ ഡ്രൈവർ മുരുകൻ റോഡിലേക്ക് ചാടി നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ആദി അന്ന് ആകാശിൻ്റെ കോളേജിലെ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് അവൻ്റെ കൂടെ പോയതായിരുന്നു. അവനല്ലെങ്കിലും കല്യാണത്തിനൊന്നും പങ്കെടുക്കാറുമില്ല. അതുകൊണ്ട് മാത്രമാണ് ആദി അന്ന് രക്ഷപ്പെട്ടത്. സംഭവം അറിഞ്ഞു അവൻ ഓടി വന്നു. അച്ഛനും അമ്മയും പെങ്ങളും സംഭവ സ്ഥലത്തു വെച്ച് തന്നെ മരിച്ചു എന്നാണ് അവൻ അറിഞ്ഞത്. പോലീസ് എത്തി ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. താൻ അറിയാതെ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് ലോറി ഡ്രൈവർ മൊഴിയും കൊടുത്തു. മുകളിൽ നിന്നുള്ള ഓർഡർ കൊണ്ടും മനഃപൂർവ്വമല്ലാത്ത സംഭവമായതുകൊണ്ടും വെറും ആക്സിഡൻ്റായി എഴുതി ചേർത്ത് പോലീസ് കേസൊതുക്കി. ആദി ആകെ തകർന്നിരുന്നു. ആകാശ് അവൻ്റെ അടുത്തു നിന്ന് മാറിയ ഒരു നിമിഷം ആദി സ്ലീപ്പിംഗ് പിൽസ് വാരി വിഴുങ്ങി. കയ്യിലെ ഞരമ്പ് മുറിച്ചു. അപ്പോൾ തന്നെ ആകാശ് എത്തി അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. 1 വർഷത്തെ ശിക്ഷ കഴിഞ്ഞു. ലോറി ഡ്രൈവർ പുറത്തിറങ്ങി. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആകാശ്. ആകാശ് അയാളെ ജനാർദ്ദനൻ്റെ ഡ്രൈവർ മുരുകൻ്റെ സഹായത്തോടെ ബോധം കെടുത്തി കിഡ്നാപ്പ് ചെയ്തു. തമിഴ്നാട്ടിലെ മുരുകൻ്റെ വീട്ടിലെത്തിച്ചു. വായിൽ തുണി തിരുകി കൈയും കാലും കെട്ടിയിട്ടു. ഇടയ്ക്കിടെ കൈ തരിപ്പ് തീർക്കുവോളം മർദ്ദിച്ചു കൊണ്ടിരുന്നു. അവസാനം അയാൾ സത്യമെല്ലാം വിളിച്ചു പറഞ്ഞു. ജെനിയുടെ സഹോദരൻ കൊടുത്ത കൊട്ടേഷനാണെന്ന്. ആകാശ് അയാളുടെ വലത് കൈ വെട്ടി. ഈ കൈ കൊണ്ടല്ലേ നീ വളയം തിരിച്ചത്, അവരെ കൊല്ലാൻ വണ്ടി ഓടിച്ചത്? ഇനി നിനക്ക് ഇത് വേണ്ട. ഇനി നീ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവരെ ഓർക്കണം. പറഞ്ഞുകൊണ്ട് ആകാശ് പുറത്തിറങ്ങി. പിന്നാലെ മുരുകനും. ചോദിക്കുമ്പോൾ വെള്ളം കൊടുത്തോ? പക്ഷേ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 1 നേരം ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. ആകാശ് പറഞ്ഞു. മുരുകൻ തലയാട്ടി. ആകാശ് നാട്ടിലേക്ക് ആദിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. ആകാശ് ആദിയെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു. ഡോക്ടർ ആദിയെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 6 മാസം വരെ സമയമെടുത്തു അതിന്. ഈ 6 മാസവും ഒരു നിമിഷം പോലും ആകാശ് ആദിയുടെ അടുത്ത് നിന്ന് മാറിയില്ല. ആദിക്ക് പൂർണ്ണമായും സുഖമായി. അവൻ്റെ മനസ്സിൽ പക ആളിക്കത്തി. ആകാശ് താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ആദിയോട് തുറന്നു പറഞ്ഞു. ആദി ജെനിയുടെ സഹോദരനെ പൊക്കി. അയാൾ പേടിച്ചു. എല്ലാം സമ്മതിച്ചു. മാത്രമല്ല ഇതുവരെ ആദിയുടെ അച്ഛനെ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് തിരിച്ചു കൊടുത്തു. ആദി ആ ക്യാഷ് കൊണ്ട് ബാങ്കിലെ ലോൺ അടച്ചു. നഷ്ടത്തിലായ കമ്പനി വിറ്റു. കിട്ടിയ തുകയ്ക്ക് ആദി 2 ഏക്കർ വരുന്ന ഈ വിജനമായ കാട് പിടിച്ച ഇടിഞ്ഞു തുടങ്ങിയ കെട്ടിടമുള്ള ഈ സ്ഥലം വാങ്ങി. രജിസ്ട്രേഷൻ കഴിഞ്ഞ പിറ്റേന്ന് തന്നെ തമിഴ്നാട്ടിലെ മുരുകൻ്റെ വീട്ടിൽ നിന്ന് എല്ലും തോലുമായ പാതിജീവനായ ഡ്രൈവറെ ബോധം കെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൂടാതെ ജെനിയുടെ സഹോദരനെയും അയാൾക്ക് കൂട്ടുനിന്ന അക്കൗണ്ട് സെക്ഷനിലെ സഹായിയെയും പൊക്കി ഇവിടെ കൊണ്ടുവന്നു. അവരെ ദിവസങ്ങളോളം ഉപദ്രവിച്ചു, നരകിപ്പിച്ചു ആണ് കൊന്നത്. അതിന് സാക്ഷി താനും ആദിയും മുരുകനും മാത്രമാണ്. ആകാശ് ഓർത്തു. അതിനുശേഷമാണ് ആദി ഗൾഫിൽ പോയതും പണം സമ്പാദിച്ചു ചെറിയ കടങ്ങളൊക്കെ വീട്ടിയതും തറവാട് പുതുക്കി പണിതതും പെങ്ങളുടെ ഓർമ്മയ്ക്ക് ആദിത്യ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയതും എല്ലാം. ആദി അവൻ്റെ പുറത്ത് തട്ടിയപ്പോഴാണ് ആകാശ് ഓർമ്മയിൽ നിന്നുണർന്നത്.